നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയത്തെക്കുറിച്ചാണ്. 1971 അഖണ്ഡ ജ്യോതി മാസികയുടെ താളുകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. ഇതിലെ പ്രധാന ആശയമെന്ന് പറയുന്നത് ഉത്തമജ്ഞാനം ഒരു ജാഗ്രതയുള്ള ദേവതയാണ് എന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലല്ലേ? അതെ, നമ്മുടെ ആത്മാവിന്റെ യാത്രയെക്കുറിച്ചുള്ള വളരെ ഗഹനമായൊരു ഫിലോസഫിയാണ് ഈ വിശദീകരണത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഉദിച്ചുയരുന്ന സൂര്യനെയും ജ്വലിക്കുന്ന ദീപത്തെയും പോലെ പുതിയൊരു വെളിച്ചത്തിലേക്കാണ് നമ്മൾ ഇന്ന് നടന്നു കയറുന്നത്. നോക്കൂ, ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. നിങ്ങളെ തന്നെ ഒരിക്കലും നിസ്സാരരായി കാണരുത്. ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണിത്, അല്ലേ? ഒരു തരം ഇൻസെക്യൂരിറ്റി. ആ ഒരു തോന്നലിനെയാണ് ഈ വരികൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നത്. അനന്തമായി കുതിച്ചെഴുകുന്ന ഒരു നദിയെപ്പോലെ നിങ്ങളുടെ ഉള്ളിലും പറഞ്ഞറിയിക്കാനാവാത്തത്ര വലിയൊരു ശക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ അടിമുടി മാറ്റുന്ന ഒരു യാത്രയുടെ തുടക്കമാണ് ഈ വരികൾ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ആത്മീയ ഉണർവിലേക്കുള്ള 5 പ്രധാന പടവുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1. ഉന്നതജ്ഞാനത്തിന്റെ ഉണർവ്. 2. മനുഷ്യദുഃഖത്തിന്റെ വേരുകൾ. 3. മാറ്റത്തിനുള്ള ഉപകരണങ്ങൾ. 4. അത്ഭുതങ്ങളുടെ മാതാവ്. ഒടുവിൽ 5-മതായി നിർഭയത്വത്തിന്റെ പാത. ചുരുക്കത്തിൽ സാധാരണ മനുഷ്യനിൽ നിന്ന് ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ഗംഭീര ആരോഹണം. ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. ഉന്നത ജ്ഞാനത്തിന്റെ ഉണർവ് അഥവാ ആത്മീയ യാത്രയുടെ അടിസ്ഥാനം. ഒരു വ്യക്തിത്വ വികാസത്തിന് എന്തൊക്കെ അറിവുകളാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ മൂലഗ്രന്ഥം നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ ചട്ടക്കൂടുണ്ട്. അതായത് സ്ട്രെസ് മാനേജ്മെന്റ് മുതൽ ശാസ്ത്രീയ ആത്മീയതയും യുഗനിർമ്മാണവും വരെ ഇതിൽ വരും. നിങ്ങൾ ആ വലിയ പുസ്തകങ്ങളുടെ ശേഖരമൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആത്മീയ ഉണർവെന്ന് പറയുന്നത് വെറുമൊരു തോന്നലല്ല കേട്ടോ, മറിച്ചൊരു വ്യക്തിയുടെയും ഈ യുഗത്തിന്റെ തന്നെയും പൂർണ്ണമായ ഒരു പുനർനിർമ്മാണമാണ്. അതാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അറിവെന്ന് പറഞ്ഞാൽ കുറേ പുസ്തകങ്ങൾ വായിച്ച് വിവരങ്ങൾ തലയിൽ കയറ്റുന്ന പരിപാടിയല്ല. ഉത്തമജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ശക്തമായി ജ്വലിക്കുന്ന ആ അഖണ്ഡ ജ്യോതിയെപ്പോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു ദേവതയാണ്. ആ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കത്തിനിൽക്കണം. ഇനി രണ്ടാമത്തെ ഭാഗം, മനുഷ്യദുഃഖത്തിന്റെ വേരുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രത്യേകിച്ച് കർമ്മത്തെയും അഹങ്കാരത്തെയും മനസ്സിലാക്കൽ. ആ പ്രകാശത്തിലേക്ക് എത്തുന്നതിനു മുൻപ് നാം ഇരുട്ടിനെ അഭിമുഖീകരിക്കണമെന്ന് പറഞ്ഞല്ലോ. അതെ, കർമ്മത്തിന്റെ ആഴത്തിലുള്ള ചലനാത്മകത അഥവാ കർമ്മണാ ഗഹണോ ഗതി നാം കൃത്യമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നോ, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെയും നാളത്തെയും ജീവിതത്തെ അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. ഇരുണ്ട മേഘങ്ങൾ മാറി പ്രകാശം വരുന്നതുപോലെ ഈ കർമ്മത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം വരുമ്പോൾ തന്നെ നമ്മുടെ ദുഃഖങ്ങളുടെ പാതിയധികം മാറിക്കിട്ടും. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു താരതമ്യമുണ്ട്. അഹങ്കാരം എന്ന് പറയുന്നത് ഏതൊരു ആത്മീയ നേട്ടത്തിനും ഒരു വലിയ മുള്ളുപോലെ തടസ്സമായി നിൽക്കുമ്പോൾ സത്യം നമ്മളെ ഭൂമിയോളം സുരക്ഷിതമായി നിലനിർത്തുന്നു. അതെ, ഈ ഭൂമി തന്നെ സത്യത്തിലാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. മാറ്റത്തിനുള്ള ഉപകരണങ്ങൾ, അതായത് ആത്മീയ പരിണാമത്തിലേക്കുള്ള പ്രായോഗിക ചുവടുകൾ. ദുഃഖത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി അതിൽ നിന്ന് പുറത്തു വരാനുള്ള ചില പ്രാക്ടിക്കലായ സ്റ്റെപ്സാണ് മാസികയിൽ പറയുന്നത്. ഇത് വെറുതെ ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒന്നല്ല. ആദ്യം ദുഃഖങ്ങളുടെ കാരണം നമ്മൾ അംഗീകരിക്കണം. പിന്നെ സ്വന്തം കർത്തവ്യങ്ങൾ പാലിക്കുക. അതിനുശേഷം ജപ ധ്യാനങ്ങളിലൂടെ കടന്ന് ഒടുവിൽ സങ്കല്പശക്തിയുടെ, അതായത് ഇച്ഛാശക്തിയുടെ തിരിച്ചറിവിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഒരു പടിപടിയായുള്ള മാറ്റം. മനസ്സിലായില്ലേ? സത്യം പറയാലോ, ഈ വരികൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്റ്റായ ഒന്നാണ്. കർത്തവ്യപാലനത്തേക്കാൾ വലിയ ആത്മീയ സാധനയില്ല. ആഴത്തിൽ വേരുകളുള്ളൊരു വലിയ മരത്തെപ്പോലെ ഇതും നമ്മളോട് നിശബ്ദമായൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ദിന ഉത്തരവാദിത്തങ്ങൾ വെറുമൊരു ജോലിയാണോ, അതോ ഏറ്റവും വലിയ ആത്മീയ സാധനയാണോ? സ്വന്തം ചുമതലകൾ 100% ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. അതുപോലെ തന്നെ ജപവും ധ്യാനവും. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരു ശാന്തത തരുമെന്ന് മാത്രമല്ല, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വളരെ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരും. തെളിഞ്ഞ വെള്ളത്തിലെ ഓളങ്ങൾ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുപോലെ ഇത്തരം ശീലങ്ങൾ നമ്മുടെ പുറമേയുള്ള ജീവിതത്തെയും ശരിക്കും മാറ്റിമറിക്കും. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. അത്ഭുതങ്ങളുടെ മാതാവ്. അതെ, ഇത് നമ്മുടെ ആന്തരിക വിപ്ലവം ജ്വലിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്.
ഈ വിചാർ ക്രാന്തിയുടെ അല്ലെങ്കിൽ ചിന്താ വിപ്ലവത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? അതാണ് സങ്കല്പശക്തി അഥവാ ഇച്ഛാശക്തി. ഗ്രന്ഥത്തില് ഇതിനെ അത്ഭുതങ്ങളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇച്ഛാശക്തി എന്ന് പറയുന്നത് വെറുമൊരു അച്ചടക്കം മാത്രമല്ല, നമ്മുടെ ഈ കാലഘട്ടത്തെ മുഴുവൻ മാറ്റിയെഴുതാൻ കഴിവുള്ള ഭയങ്കരമായ ഒരു ശക്തിയാണ്. ഇരുട്ടിൽ ചിതറുന്ന ആ തീപ്പൊരികൾ പോലെ നിങ്ങളെ ഒരു ചെറിയ സങ്കല്പത്തിന് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഉറപ്പാണ്. എന്നാൽ ഈ ശക്തിയെ നമ്മൾ എങ്ങോട്ടാണ് തിരിച്ചുവിടേണ്ടത്? അവിടെയാണ് ഗ്രന്ഥം കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മുടെ ജീവശക്തിയുടെ വിദ്യുത്കാന്തികത നമ്മൾ വളർത്തിയെടുക്കണം, അല്ലാതെ മദ്യം പോലുള്ള വിനാശകരമായ ശീലങ്ങളിൽ ചെന്ന് ചാടരുത്. കാരണം മദ്യം എന്നു പറയുന്നത് ഈ ജന്മത്തിൽ മാത്രമല്ല, ജന്മജന്മാന്തരങ്ങളായി നമ്മെ വേട്ടയാടുന്ന ഒരു ശത്രുവാണെന്നാണ് ഇവിടെ പറയുന്നത്. അതൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ ഭാഗം, നിർഭയത്വത്തിന്റെ പാത അഥവാ മരണത്തെ മറികടക്കുന്നതിനെക്കുറിച്ച്. നോക്കൂ, വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് മൂലഗ്രന്ഥം ചോദിക്കുന്നത്. മരണത്തിനു പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്താണ്? കാറ്റിലും കെടാതെ ജ്വലിച്ചു നിൽക്കുന്ന ആ അഖണ്ഡ ജ്യോതിയെപ്പോലെ നമ്മുടെ ആത്മാവിന് മരണമില്ല. ആ അമർത്യമായ സത്യത്തിലേക്ക് നമ്മുടെ ബോധത്തെ ഉണർത്താനാണ് ഇത് നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കണം? ജീവിതത്തിൽ നമുക്ക് 2 ചോയ്സുണ്ട്. ഒന്നുകിൽ ഭീരുവായി നിസ്സാരനായി ഇരുണ്ട കൊടുങ്കാട്ടിലകപ്പെട്ട് ജീവിക്കാം, അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശം പോലെ എല്ലാത്തിനെയും നേരിട്ട് നിർഭയമായി ജീവിക്കാം. ജീവിതത്തിലെ മായകൾക്ക് മുന്നിൽ ഭയന്ന് പിന്മാറാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നിർഭയമായി ജീവിക്കാനും ഈ ഉയർന്നറിവ് തേടാനും നമ്മൾ ധീരമായൊരു തീരുമാനമെടുത്താൽ പിന്നെ എന്താണ് സംഭവിക്കുകയെന്നറിയാമോ? ഇരുണ്ട വഴിയിൽ ഒരു ദീപം വെളിച്ചം വീശുന്ന പോലെ മുന്നോട്ടുള്ള നമ്മുടെ പാത പ്രകാശിപ്പിക്കാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ കൂടെ വരും എന്നാണ് ഈ വരികൾ ഉറപ്പു നൽകുന്നത്. എന്ത് മനോഹരമായൊരു വാഗ്ദാനമാണത്, അല്ലേ? അപ്പോ ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശദീകരണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മീയതയെങ്കിൽ, നിങ്ങളുടെ ജീവിതവും ഈ യുഗവും പുനർനിർമ്മിക്കാൻ ഈ ഉന്നത ജ്ഞാനം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഏത് ചിന്താ വിപ്ലവത്തിനാണ് നിങ്ങൾ തിരികൊളുത്താൻ പോകുന്നത്?